I know that you love me, darling, you don't have to say it. You know you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. നീ എന്താ കിടന്നില്ലല്ലയോ? കിടന്നില്ല. ഞാൻ നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പിന്നെ പോരാഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു നോക്ക്, എത്ര പെട്ടെന്നല്ലേ എല്ലാം തീർന്നേ. കാശിയിലൊക്കെ സെറ്റായി, കല്യാണം കഴിഞ്ഞു. ഇനി ആബിയും ലൂയിസും കൂടെ ഒന്ന് ഓക്കെ ആയാൽ മതി. അത് കഴിഞ്ഞാൽ ഈ ചേട്ടന്മാരെ ഉത്തരവാദിത്വം എന്നുള്ള പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിൽ നിന്ന് തല ഊരായിരുന്നു. അത് സ്വപ്നം കണ്ടുകൊണ്ട് എൻ്റെ പൊന്നെ പോയിരിക്കണ്ട. അതിൽ നിന്ന് നീ ഒരിക്കലും തല ഊരാൻ പോകുന്നില്ല. അവന്മാരല്ലേ. എടാ, അമ്മാതിരി പോക്കൃത്തരമല്ലേ നിന്റെ നീ അവനോട് കാണിച്ചത്. അപ്പൊ പിന്നെ ഏവനായാലും ഇനിയിപ്പം നീയാണ് എൻ്റെ അടുത്ത് അങ്ങനെ കാണിച്ചെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കും. ഞാനാണെങ്കിൽ ജന്മത്തെ നിന്നെ അംഗീകരിക്കത്തില്ല. പക്ഷെ അവന് ചെറിയൊരു ആട്ടമൊക്കെ ഉണ്ട്. എവിടെ പോയി അവസാനിക്കുമോ എന്തോ. എവിടെ പോയി അവസാനിക്കുക, അവര് സെറ്റാവും, അത്ര തന്നെ. പിന്നെ ഇന്ന് ലെവിൻ കുറെ ഐഡിയയും പറഞ്ഞങ്ങോട്ട് വിട്ടിട്ടുണ്ട്. എന്താവോ എന്തോ, എന്തൊക്കെയോ ചെയ്ത് തകർക്കൂന്നും പറഞ്ഞോണ്ടൊക്കെ പോയി എന്നാ ലെവിൻ പറഞ്ഞത്. അവന്റെ നടിയും വെച്ചോണ്ട് വരാതിരുന്നാ മതിയായിരുന്നു. എന്ത് മതിയായിരുന്നു? നടക്കാൻ പോകുന്ന കാര്യം അത് തന്നെയാ. അവന്റെ ഇനി അടിയും കൂടെ അല്ലേ അവന് കിട്ടാളൂ. അതും കിട്ടും. അതും കിട്ടുന്നതോടുകൂടി ഗെയിം ഓവർ. ഇന്നൊരു സമാധാനമായിട്ട് കിടന്നുറങ്ങണം. അങ്ങനെ ഏറ്റവും വലിയ കടമ്പയായ കാര്യവും കഴിഞ്ഞു. ഇനി വേണമെന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ. ആര് പറഞ്ഞ് സമാധാനമായിട്ട് നീ കിടന്നുറങ്ങാൻ പോവാന്ന്? അതെ, അവരുടെയൊക്കെ ഗെയിം ഓവർ ആവുമായിരിക്കും, പക്ഷെ നമ്മുടെ ഗെയിം ഇതുവരെ ഓവർ ആയിട്ടില്ല. എടാ, നിനക്കൊരു കാര്യം അറിയോ ഇമു? നമ്മുടെ ഈ ഓഡിയൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ സ്റ്റോറി കാണുന്നത്, അവരിൽ നമ്മുടെ അനിയന്മാർക്ക് ഫാൻസ് ഉണ്ട്. നമ്മുടെ എല്ലാ അനിയന്മാർക്കും ഫാൻസ് ഉണ്ട്. അതായത് നിനക്കറിയാമല്ലോ. അറിയാം. നമ്മുടെ ലൂക്ക കാശി ഫാൻസ്, ടേക്കോക്ക് ഫാൻസ്, പിന്നെ ജി ഹോപ്പ്, പിന്നെ യുമിൻ, ഇതൊക്കെ അറിയാമല്ലോ. അതിനിപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഫാൻസിന് വേണ്ടി ഇനി ഫ്ലെക്സ് വല്ല അടിക്കണോ? എവനെക്കൊണ്ട് നീ ഫ്ലെക്സ് ഒന്നും അടിക്കണ്ട, ഞാൻ പറയുന്ന ഇപ്പം കേൾക്കൂ. എടാ, അതുപോലെ ഈ സീനിയേഴ്സിനെന്നും പറഞ്ഞ കുറെ ഫാൻസ് ഉണ്ട്. നിനക്ക് അറിഞ്ഞോടാത്തണ്ട, നമുക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. അതായത് ഈ നംജിൻ ഫാൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഇതുവരെ നമ്മുടെ എഡിറ്റർ, അതായത് നമ്മുടെ അബി, അവൾ ഇതുവരെ നമ്മുടെ സീനൊന്നും കഥയിൽ കാണിച്ചിട്ടില്ലാത്തത് കൊണ്ടും, പിന്നെ ഇതൊരു സ്പെഷ്യൽ പാർട്ട് ആയതുകൊണ്ടും, ബേബി ആമിയോസ് ഇവിടെ തീരുന്നത് കൊണ്ടും അവൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ എല്ലാ ഷിപ്പ് ഫാൻസുകാരെയും തൃപ്തിപ്പെടുത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് നമ്മുടെ സീനെ കാണിച്ചോട്ടെ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ഞാനങ്ങ് ഓക്കെയും പറഞ്ഞു. നീ എന്താ പറയുന്നത്? ഓക്കെ പറഞ്ഞായിരുന്നല്ലേ? എന്നാൽ മോൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് സീന് കാണിച്ചാൽ കേട്ടോ. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടല്ലോ ഓക്കെ പറഞ്ഞ. പിന്നെ നാട്ടുകാരെ കാണിച്ച് പ്രേമിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നാട്ടുകാരാ? എടാ പൊട്ട, ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്, അതായത് നമ്മുടെ ഫാമിലി. അവരെ കാണിക്കാതിരുന്ന മോശമല്ലടാ. പോരാഞ്ഞിട്ട് അവരല്ലേ നമ്മളെ ഇത്ര സപ്പോർട്ട് ചെയ്ത് ഫേമസ് ആക്കിയത്. ശരിയാ, 3K സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എന്നാലും ഇത് കാണുന്നവരുടെ വ്യൂവേഴ്സിൻ്റെ ലിസ്റ്റ് നീ കണ്ടിട്ടുണ്ടോ? 8Kയും 7K ഒക്കെ. അത് പിന്നെ ഈ തുണ്ടക്കിടുന്നോണ്ടായിരിക്കാം. എന്നാലും നമ്മുടെ ഫാൻസിന് നമുക്ക് എന്തെങ്കിലും കൊടുക്കണോ? നമ്മുടെ ഷിപ്പിന് ഫാൻസ് ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ അവർക്ക് നന്നായിട്ടറിയാം. കാരണം അവൾ ഇതിനു മുമ്പുള്ള സ്റ്റോറീസിലൊക്കെ നന്നായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ശരിയാ, റോക്ക് ആൻഡ് റോളിൽ നമ്മൾ സീനൊന്നും ഇല്ലെങ്കിലും അതിന് മുമ്പുള്ള സകലമായ FFകളിലും അതൊന്നും ഇപ്പം യൂട്യൂബിൽ നിലവിലില്ല, എന്നാലും അവൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും നിലവിലില്ലാത്തത് കൊണ്ട് ആ കുറവ് ഇവിടെ നികത്താന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. നീ സമ്മതിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. നീ ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കല്ലേ. ഓ
പൊന്നു മോനെ ലിയോ, നിന്റെ സോപ്പിങ് എനിക്ക് നന്നായിട്ട് ഏക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇനി ഇതൊക്കെ വേണ്ടാന്ന് പറഞ്ഞാൽ നീയോ അവളും കൂടെ ഇതൊക്കെ കാണിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് ഈ കഥ തുടങ്ങിയപ്പോഴേ അറിയാത്ത അവസാനം വന്ന് ഇവിടെയൊക്കെ തന്നെ നിൽക്കുമെന്ന് കേട്ടാ. അതുകൊണ്ട് ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നില്ല. എന്താന്ന് വെച്ചാൽ കയറി മേഞ്ഞോ, ഞാനിവിടെ മിണ്ടാതെ കിടന്നുതരാം പോരെ. അതൊരുല്ല റിയാക്ട് ചെയ്യണം, അതിഗംഭീരമായി റിയാക്ട് ചെയ്യണം. ഓ എൻ്റെ പൊന്നില്ലയോ, ഈ റിയാക്ടിങ്ങും അൺറിയാക്ടിങ്ങും ഒക്കെ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സിന് പോരെ. നമുക്ക് വല്ല പാട്ട് വിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ. മതിയില്ലേ? പാട്ടെങ്കിൽ പാട്ട്, നീ ഇതിനെങ്കിലും സമ്മതിച്ചല്ലോ. എന്നപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആഹാ, എന്തൊരു നിഷ്കളങ്കത. അതെ, ഒരു മയത്തിനൊക്കെ വേണം. ഞാനൊരു മനുഷ്യനാണ്. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ബേബി. നോക്കാം. ഇതിപ്പോ കുറെ നേരമായിട്ടോ തുടങ്ങാൻ തുടങ്ങിയിട്ട്. എന്താ മോനെ ഉദ്ദേശം? വലിയ ഉദ്ദേശമൊന്നുമില്ല, എല്ലാം ഇവിടെ തന്നെ. അപ്പോ തുടങ്ങുന്നതിന് നിനക്ക് പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് തുടങ്ങാം അല്ലേ? അതും എന്താണ് റാമേ, ഉറങ്ങാനൊന്നും ഉദ്ദേശമില്ലേ? ഇത് നല്ലതാ. നീ വരാതെ ഞാൻ അങ്ങനെ ഉറങ്ങുന്നേ. പോരാഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരുത്തൻ കച്ചയെ പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ടല്ലോ എൻ്റെ അനിയൻ്റെ അടുത്തോട്ട്. അവിടെ എന്തായി എന്നുള്ളതിന്റെ സമാധാനക്കേട് എനിക്ക് നന്നായിട്ടുണ്ട്. എൻ്റെ പൊന്നു പീറ്ററെ, എന്തായി കാണുക എന്തോ. മനുഷ്യനോർത്തിട്ടൊരു സമാധാനമില്ല. അവൻ ഇനി അവിടെ ചെന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടുകൊണ്ടു. ഇത്രയും നാൾ പിറകെ നടന്നിട്ടും വീഴാത്ത അവൻ ഇനി എപ്പോ വീഴാനാണ്? വീഴാത്തൊന്നല്ല, നിന്റെ അനിയൻ അവനോട് സ്നേഹമൊക്കെ ഉണ്ട്. പിന്നെ അവൻ മനഃപൂർവ്വം ആ ലൂയിസിനിട്ട് കളിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും അറിയും. അതുകൊണ്ട് കൂടുതലൊന്നും നടക്കാൻ പോണില്ല. ചിലപ്പോൾ കൂടിപ്പോയവരടി, അതോടെ തീരും. അടി എന്ന് പറഞ്ഞപ്പോ നിനക്കങ്ങ് തീർന്നു. ആ ചെറുക്കനാണെങ്കിൽ ദേഷ്യം വന്നാൽ കണ്ണ് കണ്ടുകൂടാ. ദൈവമേ, എന്തൊക്കെ ആവൂ എന്തോ. അല്ല, നീ എന്താ ലേറ്റായേ? ഞാൻ ലെവനും കൂടി എയർപോർട്ടിൽ പോയതാടാ. ലൂക്കയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അമേരിക്കയിൽ നിന്ന്. അവനെ കൊണ്ടാക്കാൻ പോയതാ. എന്നിട്ടിപ്പോൾ വന്നേ ഉള്ളൂ. അവനെന്തോ അമ്മയുടെ അടുത്താണെന്ന് പറഞ്ഞാൽ എന്തോ കൊടുക്കാനോ അങ്ങനെ എന്തോ പറഞ്ഞോട്ട് പോയി. അപ്പം ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. എന്തായാലും ടയേർഡാ. അല്ല, നീ എന്താ കിടക്കാതിരുന്ന? കിടന്നുറങ്ങിക്കൂടായിരുന്നു? ഇത് നല്ല ചോദ്യം. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട് നീ ഇല്ലാതെ എന്തെങ്കിലും കിടന്നുറങ്ങിയിട്ടുണ്ടോ? നീ ഫ്രഷായിട്ടോ? ഓ, ഇനി ഫ്രഷ് ആവണോ? കയറി കിടക്കാൻ വാ, എനിക്ക് വയ്യ, മടി. ആവുന്നില്ലെങ്കിൽ ആവണ്ട, ഞാൻ ഫോഴ്സ് ഒന്നും ചെയ്യില്ല. കാരണം എന്തായാലും എല്ലാം കഴിഞ്ഞ് വരുമ്പോ വീണ്ടും നീ പോയി ഫ്രഷ് ആവണ്ടേ. അപ്പൊ 2 പ്രാവശ്യം ഫ്രഷ് ആയി വീട്ടിലെ വെള്ളം എന്തിനാ കളയല്ലേ? ഒരിക്കൽ ഫ്രഷ് ആയാൽ മതി. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആവും, അത് ഒരുമിച്ച്. എന്താ മോനെ, എന്താ റാമേ? മോൻ്റെ നിപ്പും പന്തിന്നും അത്ര ശരിയല്ലല്ലോ. എന്താ മോൻ്റെ ഉദ്ദേശം? എന്തെങ്കിലും കുരുത്തക്കേടും കൊണ്ട് എൻ്റെ അടുത്ത് വരാനാണെങ്കിൽ നിന്നുണ്ടല്ലോ, ഇത് ഞാൻ കൊന്നുകളയും. ചെറിയൊരു കുരുത്തക്കേട് തന്നെയാണ്. പിന്നെ ഇന്നത്തെ ദിവസം നോ എക്സ്ക്യൂസ്. കാരണം അറിയാലോ, എല്ലാരും കാണിക്കുമ്പോ പിന്നെ നമുക്ക് നമ്മുടേതായ വഴിയിൽ കാണിച്ചല്ലേ പറ്റൂ. അപ്പൊ എങ്ങനെയാ, തുടങ്ങിയല്ലേ? ഇതേ റാമേ, ഞാൻ ഒന്ന് പറയട്ടെ. റാം, റാം പതുക്കെ.
ഓ എൻ്റെ അമ്മേ, ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? അല്ലെങ്കിൽ അവൻ എന്നോട് തീരാത്ത ദേഷ്യമാണ്. കാശി, ഹാപ്പി വെഡിങ് ഡേ. ഓ വന്നോ? ഞാൻ അത്ര ഹാപ്പിയല്ല. ഞാൻ നിന്നോട് അന്ന് ഇവിടെ കിടന്ന് അത്രയും ടെൻഷൻ അടിച്ചിട്ട് നീ എന്താ എന്നോട് കല്ലൂൻ്റെ കാര്യം പറയാത്തെ? എൻ്റെ പൊന്ന് കാശി, ഇത്രയും നല്ലൊരു മൂമെൻറ്റ്, ഇത്രയും നല്ലൊരു സന്ദർഭത്തിൽ നീ എന്തിനാ കാശി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്? അവളിപ്പം നിൻ്റെ കണ്ണു മുമ്പേ ഇല്ലേ? ശരിയാ, ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തെ. അതിന് ഇത്രയും ദേഷ്യം എന്തിനാടാ എന്നോട്? അതെ, ഈ ദേഷ്യം ഞാനായിട്ട് വരുത്തിയല്ലോ, നീയായിട്ട് ചോദിച്ചു വാങ്ങിച്ചതാ. അതിൻ്റെ അർത്ഥം നീയായിട്ട് അർഹിക്കുന്നതാ. അനുഭവിച്ചോ. പിന്നെ എത്രയും നല്ല മൂമെൻറ്റ്. ഇന്നത്തെ കൂടെ ആകുമ്പോൾ 565ാമത്തെ ഇതാ നടക്കാൻ വന്നെ. അതിൻ്റെ ഇടയിൽ അവൻ്റെ ഒരു മൂമെൻറ്റ്. നമുക്ക് ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. ഇത്ര പ്രാവശ്യം കളിച്ചിട്ടുണ്ടെന്നറിയോ? അയ്യേ, ഞാൻ നിന്നെപ്പോലെ ഇത്ര ചീപ്പല്ല ഇതൊക്കെ എണ്ണി വയ്ക്കാൻ. നീ എന്തിനാ ഇതൊക്കെ എപ്പോഴും എണ്ണി വയ്ക്കുന്നത്? പിന്നെ നീ വഴക്കൂടിയിട്ടാണ് ഇരുന്നെങ്കിലും നീ അതിനൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, അത് സത്യം. എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആരെങ്കിലും എണ്ണി വയ്ക്കൂ? അയ്യോ എന്തൊരു മാന്യൻ. മനുഷ്യൻ്റെ മണ്ടയിൽ കൊണ്ടിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ നാണമൊന്നും ഞാൻ കാണാറില്ലല്ലോ. ഓ അവൻ്റെ ഒരു എനിക്കപ്പോൾ അങ്ങനെ തോന്നി, ഞാൻ അങ്ങ് എണ്ണി വെച്ചു. പിന്നെ ഇന്ന് എന്തായാലും ഒന്നും നടക്കുമെന്ന് മോൻ വിചാരിക്കണ്ട. മിണ്ടാതെ കയറി കിടന്ന് ഉറങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ ഉറങ്ങും. അവനോ അവൻ്റെ ഒരു സർപ്രൈസും. അല്ല അങ്ങനെ പറഞ്ഞൂടാ. ചോറ് കഴിക്കാതെ ഉറങ്ങാൻ പറ്റുമോ കാശി? ഓ ആണോ? എന്നാ എൻ്റെ പൊന്നുമോയി ഇന്ന് ചോറ് കഴിക്കാതെ ഉറങ്ങിയാൽ മതി. ഒരു ദിവസം കഴിക്കാതെ കിടന്നൊന്നും പറഞ്ഞ് ചത്തൊന്നും പോകത്തില്ല കേട്ടോ. കാശി നീ വെറുതെ കളിക്കല്ലേ. ഞാനാണെങ്കിൽ ഇവിടെ ഭയങ്കര സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടാണ് വന്നത്. നീ പറഞ്ഞ പോലെ 560 550 ആയിരിക്കും. എന്നാലും ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ഇതിലാണ് വന്നത്. നീ മിണ്ടാതെ വന്നേ, എനിക്കിന്ന് തന്നെ വേണം. അതെ മോനെ ലൂക്ക, ഈ കാശിക്കും നിൻ്റെ പുതിയ ലുക്കും ഹെയർ സ്റ്റൈലും ഒക്കെ കണ്ടിട്ട് വേണമെന്ന് തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, യോഗമില്ല മണിയേ, യോഗമില്ല. മനസ്സിലായോ? ഓ അങ്ങനെയാണോ? യോഗം ഉണ്ടോ ഇല്ലെന്ന് ഞാൻ നിൻ്റെ അടുത്ത് വരുമ്പോൾ നീ പറഞ്ഞാൽ മതി. ലൂക്ക, നിന്നോട് ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും നടക്കാൻ പോകുന്നില്ല. വേണ്ട കാശി, ലൂക്കയുടെ അടുത്ത് വേണ്ട. ലൂക്ക കാശിയോടും പറഞ്ഞു ഇന്ന് കാശിയുടെ ലൂക്കയുടെയും ഫസ്റ്റ് നൈറ്റ് ആണെങ്കിൽ ലൂക്ക അത് നടത്തിയിട്ടാണ്. ലൂക്ക വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. നോ വേ. മനസ്സിലായോ? ഇന്ന് ഞാനത് നടത്തും. അല്ലെങ്കിൽ ഐ വാണ്ട് യു. ടുഡേ ഐ വാണ്ട് യു. ഓഹ് എൻ്റെ പൊന്നു ലൂക്ക, ഇന്ന് വേണ്ട. നീ മാറിക്കേ, ഞാൻ കിടക്കട്ടെ. എനിക്കല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമാടാ. അതാ പറഞ്ഞേ, ആ ക്ഷീണം ഈ ലൂക്കമാരി തരാം. വേണമെന്നില്ല. നീ മാറി ലൂക്ക, ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. പൊന്നു മോനെ കാശി, ലൂക്കയ്ക്ക് വേണ്ട സാധനം എടുക്കാതെ ലൂക്കയും കാശി ഇവിടെ നിന്ന് വിടത്തില്ല. അതിലൊരു കിസ്സായാലും അത് കൂടുതലായാലും ഇന്ന് ലൂക്ക എടുത്തിരിക്കും. ബിക്കോസ് ടുഡേ ഈസ് മൈ ഫസ്റ്റ് നൈറ്റ്. സോറി, ടുഡേ ഈസ് അവർ ഫസ്റ്റ് നൈറ്റ്. അപ്പോൾ ആ ബോധം മോനെ കാശി നിനക്കുണ്ടാവേണ്ടത് അനിവാര്യമാണ്. എനിക്ക് ആ ബോധമൊക്കെ ഉണ്ട്. നീയായിട്ടാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. നീ എന്തിനാ നിൻ്റെ അമ്മയുടെ ഒരു മോങ്ങത്തുള്ളൊരു സർപ്രൈസ്? ഓ കാശി, ലീവ് ഇറ്റ്. കല്ലൂപ്പ് നമ്മളടുത്തില്ലേ, പിന്നെന്താ? അത് കാണാം പ്ലീസ്. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂമെൻറ്റ് നീ ഇത് സ്പോയിൽ ചെയ്യാതിരിക്കുന്നതിന് ഞാൻ എന്ത് തരണം കാശി നിനക്ക്? പ്ലീസ് ഡാ, പ്ലീസ്. ഓ എൻ്റെ പൊന്നു ലൂക്ക, ഓക്കെ ഫൈൻ. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തിട്ട് പോകാൻ നോക്കും. പിന്നെ വേണോ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചെയ്യാനേ എൻ്റെ പട്ടി വരും. നിനക്ക് വേണമെങ്കിൽ പിന്നെ എനിക്കെന്താ, ഞാൻ പോവാം. ലുക്ക ഞാനോ ഡു ചെയ്യാം.
അങ്ങനെ വഴിക്കുമോ? അപ്പം എൻ്റെ മോൻ അങ്ങനെ വരാനും അറിയാം. ലൂക്ക, മിണ്ടരുത്, എനിക്ക് തരില്ലല്ലേ. ഐ വിൽ ഷോ യു. ലൂക്ക, I'm going to destroy you, കാശി. കാണിച്ചു തരാം. ലൂക്ക, ലൂക്ക. അങ്ങനെയല്ല. എന്താ മോളെ, കിടന്നില്ലേ? എന്താ കല്ലു? ഇല്ല, കിടന്നില്ല. ഞാൻ ഇന്ന് ഇഷാമ്മയുടെ കിടന്നോട്ടെ. ആ, അതിനെന്തോ, കിടക്കാലോ, വാ. ആ, നിങ്ങളും ഉണ്ടോ? എന്താണ് എല്ലാരും കൂടെ? എന്താടാ ലെവിനെ ഒരു കള്ളലക്ഷണം? എന്ത് കള്ളലക്ഷണം? എനിക്കൊരു കള്ളലക്ഷണമില്ല. ഞാനൊരു താങ്ക്സ് പറയാൻ വന്നതാ. താങ്ക്സോ? എന്തിന്? എന്താടാ അർജുനെ? എന്താ അന്ന? ഹാവും എനിക്കറിയില്ല ആന്റി. ദേവനാ ഞങ്ങളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ. കൂടെ കല്ലുവും കയറി കൂടി. കല്ലുവും ആന്റിയുടെ കൂടെ കിടക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് ഓടിയും വന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. എന്താടല്ലോ ഇവനെ പറ. പറയട്ടെ അമ്മ. താങ്ക്സ് ഫോർ ദ ബെസ്റ്റ് മോം ബീങ് ടു മീ. പിന്നെ താങ്ക്സ് ഫോർ ദ ബെസ്റ്റ് ഗാർഡിയൻ ഫോർ അവർ ഫാമിലി. പിന്നെ എവരെയൊക്കെ കല്യാണം നടത്തിയതുപോലെ എൻ്റെ മാറ്റുവിൻ്റെയും കല്യാണം നടത്താൻ അമ്മയ്ക്ക് വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ഇപ്പോഴേ പറയാം, ഇല്ലെങ്കിൽ പറയാതിരിക്കാം. പിന്നെ അതിന് സമ്മതിക്കാതിരിക്കരുത് അമ്മ ഒരിക്കലും. ഇത്രേ ഉള്ളൂ. ശരി, ഗുഡ് നൈറ്റ്. എന്നാൽ രാവിലെ കാണാം. ഓടിയാ ഇത് പറയാനല്ലേ ഓടിത്തുള്ളി ഇങ്ങോട്ട് വന്നേ? അതെന്തായാലും ഇവ എന്നോടൊന്ന് പറയുമെന്ന് എനിക്കറിയാം. പറയാൻ തന്നെ നടത്തി കൊടുക്കാനിരുന്നേ. എന്നിട്ടിതോ പറഞ്ഞിട്ട് ഞാൻ വല്ല പറയുന്നതിന് മുമ്പേ ഓടി പേടിത്തൂറി. ഇനി വിളിക്കണ്ട ആന്റി, അവനോടെ അയൽ രാജ്യത്തെത്തി. അല്ല കല്ലു, നീ പോയി കിടന്നോ. ആന്റി ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ ആന്റി? പ്രശ്നമൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നം? ഞാൻ ഹാപ്പിയാടാ. ഇത്രയും നല്ല ഫാമിലി എനിക്ക് കിട്ടിയില്ലേ, ഞാൻ ഒരുപാട് ഹാപ്പിയാ. എനിക്ക് താങ്ക്സ് പറയാനുള്ള നിന്നോടാ. നിനക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നിട്ട് പോലും ലൂക്കെ നീ കാശിക്ക് വേണ്ടി വിട്ടുകൊടുത്തില്ലേ. നീ ഒരിക്കലും സിൻഡ് ചെയ്ത പോലെ ചെയ്തില്ലല്ലോ. പിന്നെ ഞങ്ങളെല്ലാവരും അവർ മരിച്ചെന്ന് പറഞ്ഞിരുന്നിട്ടും നിന്റെ ഒരേ ഒരു വിശ്വാസത്തിൽ നീ അവരെ തിരക്കിയില്ലേ. അതിനൊക്കെ എനിക്ക് നിന്നോട് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് മോനെ. താങ്ക്സോ? എന്തിനാന്റി? എൻ്റെ പൊന്നാന്റി, ഞാനെന്ന് അത്രയും വലിയൊരു തീരുമാനം എടുത്തില്ലായിരുന്നു. എന്നെ ഈ ജീവന തുല്യം, അതും കോളേജ് തൊട്ട് വൺ സൈഡായിട്ട് പ്രേമിച്ചുകൊണ്ട് നടക്കാമെന്ന് ഞാൻ അറിയത്തില്ലായിരുന്നു ഈ പൊട്ടിക്കാളി. പിന്നെ ഇത്രയും നല്ലൊരു എൻ്റെ ലൈഫിൽ ലൈഫ് പാർട്ണറായിട്ട് എനിക്ക് കിട്ടുപോലുമില്ലായിരുന്നു. ലൂക്കേനെ വിധിച്ചിരിക്കുന്ന കാശിക്ക് ആന്റി, അതെനിക്ക് അന്നേ തോന്നിയതാ. പിന്നെ സിൻ്റെ ചെയ്തത് അതവളെ മണ്ടത്തരം. അതിന് ഇന്നവൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. പാരൻസ് വെറുത്തു, നമ്മൾ വെറുത്തു, ആരുമില്ല, ഒറ്റപ്പെട്ട്. അവളെ തെറ്റ് അവളെ തന്നെ എന്തെങ്കിലും മനസ്സിലാക്കും. പിന്നെ അവരുടെ ലൈഫിൽ അബിക്ക് ലൂയിസിനെ ഒരുപാട് ഇഷ്ടം ആന്റി. ലൂയിസിനെ അവൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ദിവസം വരും, അതെനിക്ക് ഉറപ്പാ. ചിലപ്പോൾ ഇന്നോ നാളെയോ എന്നോ ആവട്ടെ. എന്തായാലും ലൂയിസ് അല്ലാതെ വേറൊരാള് അവന്റെ ലൈഫിൽ ഇനി ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാ. വന്നാ മതിയായിരുന്നു. ഇവിടെന്ന് ലെവിന്റെ വായിരിക്കുന്ന പൊട്ട ബുദ്ധിയും കേട്ടുകൊണ്ട് പോയിട്ടുണ്ട്. എന്താവോ എന്തോ, പിള്ളേരൊക്കെ ടെൻഷൻ അടിച്ച റൂമിലോട്ട് പോയത്. അടിയും കൊണ്ടുകൊണ്ട് വരാതിരുന്നാ മതിയായിരുന്നു. എന്റെ കർത്താവേ, ഇനി അതും കൂടെ ആ ചെക്കൻ കൊള്ളാവുള്ളൂ അബിയുടെ കയ്യിൽ നിന്ന്. രണ്ടെണ്ണം കൊള്ളുന്നെങ്കിൽ കൊണ്ടോട്ടെ ആന്റി.
അവൻ ചെയ്ത തെറ്റിന് 2 അടിയുടെ കുറവുണ്ട്. അത് ഇതുവരെ അബി കൊടുത്തിട്ടില്ല. ഇങ്ങനെ അങ്ങ് കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ, ആ കടം അങ്ങ് തീരട്ടെ. എന്തായാലും ലെവിന്റെ ഐഡിയ കേട്ടോണ്ടല്ലോ പോയിരിക്കുന്നേ. ആ എന്താവുമെന്ന് നാളെ അറിയാം. 2 അടി ഉണ്ടായാലും വേണ്ടൂല, 2 എണ്ണം ഒന്ന് സെറ്റായാൽ മതിയായിരുന്നു. ആ എന്തായാലും നിങ്ങൾ പോയി കിടക്ക്. ഇനി നിങ്ങളായിട്ട് എന്തിനാ നിൽക്കുന്നേ? എല്ലാരും കിടന്നു അവരവരുടെ റൂമിൽ പോയി. ഇനി എനിക്കും എന്റെ കല്ലുമോക്കും കിടന്നുറങ്ങാനുണ്ട്. ചെല്. അതെ അതെ, നിങ്ങൾ കുറെ നേരമല്ലോ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്റെ ഇഷാമ നല്ല ടയർഡാ. എനിക്ക് എന്റെ അമ്മയ്ക്ക് ഉറങ്ങണ്ടേ. പോയേ. ഓ എന്റെ പൊന്നോ, അമ്മയുടെ മോടെ ഇടയിൽ ഞങ്ങളില്ലേ, ഞങ്ങൾ പോയേക്കാവേ. കിടന്നുറങ്ങിക്കോ, വാടി തന്നെ, നമുക്ക് പോവാം. അർജുൻ ചേട്ടാ, എന്തുകൊണ്ടാ അതാ നല്ലത്. പോയി കിടന്നുറങ്ങിക്കോ. ചെല്ലു ചെല്ലു. അമ്മ വാ, അമ്മക്ക് ഉറങ്ങാം. വരുവാടി കാന്താരി. അമ്മ പോയി ഈ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് ഇതാ വരാം. അപ്പോഴത്തേക്ക് എന്റെ കാന്താരി അവിടെ കിടക്കാം കേട്ടോ. പെട്ടെന്ന് വരണേ, ഞാൻ ഉറങ്ങാതെ വെയിറ്റ് ചെയ്യും. വേഗം വരണം കേട്ടോ. ഓ എൻ്റെ ദൈവമേ, എന്തൊരു മഴയാണ്. അപ്പോഴേ ആ കാശി പറഞ്ഞതാ മര്യാദയ്ക്ക് അവിടെ ഞങ്ങൾ നിൽക്കാൻ കേൾക്കാനുള്ളായിരുന്നു. ഓ അല്ലെങ്കിലും എനിക്ക് അഹങ്കാരം കൂടുതലാണ്. ആ കാട്ടുപൂച്ചയെ ഫേസ് ചെയ്യാനുള്ളൊരു മടിയുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഓടിയതാ. വീടാണെങ്കിൽ തൊട്ടടുത്തുവാ. നനഞ്ഞും പോകുന്നു, കയറി പോവാനും വയ്യ. പുല്ല്. നല്ല മഴ ഉണ്ടല്ലോ അബി. ആ നല്ല മഴ. താനെന്തെവിടെ? ഞാൻ വെറുതെ നീ ഇവിടെ നിൽക്കുന്നുണ്ടപ്പോ. അബി, നിനക്ക് ഇപ്പോഴും എൻ്റെ ഒരു ദേഷ്യമാണോ? ദേഷ്യമല്ല, എനിക്ക് നിന്നോട് വെറുപ്പാ. അത് ഞാൻ നിന്നോട് എത്രയോ പ്രാവശ്യം പറഞ്ഞതാ. പിന്നെ എന്തിനാ വീട് വിട്ട് എൻ്റെ പുറകെ വരുന്നേ? അബി, എനിക്കറിയാം വെറുപ്പാ. ആരാലും വെറുക്കേ ഉള്ളൂ, അതെനിക്കറിയാം. പക്ഷെ എടാ, അന്ന് എനിക്ക് നിന്നോടൊരു ട്രൂ ഫീലിങ്സ് ആണെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ പറ്റിപ്പോയതാ. അവൾ ഇങ്ങോട്ട് വന്ന പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എനിക്ക് നീയല്ലാതെ പറ്റത്തില്ല. എത്രയോ പ്രാവശ്യം എന്നോട് സംസാരിക്കാൻ വന്നതാ. ആ അതെ, നീ സംസാരിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ നിൻ്റെ മുഖത്തേക്ക് പറഞ്ഞിട്ടുമില്ലേ, എനിക്ക് നിൻ്റെ ഇമാതിരിയുള്ള ബുൾഷിറ്റ് കേൾക്കാൻ താല്പര്യമില്ലാന്ന്. നിൻ്റെ ഈ അഭിനയം കൂടെ ഇനി കാണാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എൻ്റെ പൊന്ന് ലൂയിസേ, പോകുന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകാൻ നോക്ക്. എൻ്റെ കാര്യം നോക്കാതെ എനിക്ക് നേരമില്ല. അപ്പോഴും അവൻ്റെ ഓരോ അഭിനയം. ഇനി മേല ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ പുറകെ വന്നേക്കരുത്. ശല്യം. ആയിക്കോട്ടെ, നിനക്ക് ഞാൻ ശല്യം ആയിക്കോട്ടെ. സത്യത്തിൽ അഭി, ഞാൻ ഒരു കാര്യം പറയാം. നീ എൻ്റെ ലൈഫിൽ ഇനിയും ഞാൻ നിനക്ക് ശല്യമാണെങ്കിൽ ഇനി ലൈഫ് കൊണ്ട് മുമ്പോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. ഇന്നത്തോടെ ഞാൻ എല്ലാം അവസാനിപ്പിക്കും. എല്ലാം ഇപ്പം തീരുവാണെങ്കിൽ അങ്ങ് തീരട്ടെ. ഈ മഴയത്താകുമ്പോൾ വണ്ടി അങ്ങോട്ടോട്ട് പോകുമ്പോൾ ആരെങ്കിലും ഇടയിൽ കയറി നിന്നാലും ആരും കാണത്തില്ലല്ലോ. ആ എന്നാ അങ്ങനെ തന്നെ ചെയ്യേ, അതായിരിക്കും ഏറ്റവും നല്ലത്. നാശം. ഓ നാശമല്ലേ അബി, ഐ അഗ്രി ദാറ്റ്. ഞാൻ ചെറ്റയാ, പരമ ചെറ്റയാ. പോരാൻറ്റ് ഞാൻ നിന്നോട് കാണിച്ച ആർക്കും ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ നിന്നോട് കാണിച്ചത്. ഞാൻ നിനക്ക് പ്രോമിസ് തരാം, ഇനി ഒരിക്കലും നിന്റെ മുമ്പിൽ ഞാൻ വരത്തില്ല.
I'm promising you. And bye, Abhi. I love you so much. നീ എൻ്റെ ലൈഫിൽ അത്ര ഇമ്പോർട്ടൻ്റാ. ബട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. സോ ബൈ. എല്ലാവരോടും പറയണം ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ബൈ. ദൈവമേ, ഇത് ബായിയൊക്കെ പറഞ്ഞ് എങ്ങോട്ടായി വണ്ടിയുടെ ഇടയിൽ വിളിക്കണോ? ലൂയിസ്, നീ എന്താ ചാവ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? എങ്ങാനും നിനക്ക് ജീവിക്കണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മുമ്പിൽ വെച്ചല്ല പറഞ്ഞു വയ്ക്കാം. പിന്നെ നിന്റെ കുറേ നാടകങ്ങളൊക്കെ ഞാൻ കണ്ടത്, ഇനി അത് എൻ്റെ അടുത്ത് നടക്കത്തില്ല. പറഞ്ഞില്ല എന്ന് വേണ്ട, ഇമാതിരി ഓരോ കോപ്പിലെ പരിപാടി കാണിച്ച ഞാൻ എന്ത് ചെയ്തിട്ടാ? നിന്നെ സ്നേഹിച്ചതാണ് തെറ്റ്. നിന്നെ സ്നേഹിച്ചതാണ് തെറ്റെങ്കിൽ പിന്നെ ഞാൻ ചാവുന്നതിന് എന്താ തെറ്റ്? പറ. ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നറിയോ? എന്നോ ഞാൻ ചെയ്തു പോയ തെറ്റിനാ നീ തരുന്നതൊക്കെ നിന്ന് കൊള്ളുന്നത്. അതിന് നീ എന്നെ വെറും പൊട്ടായിട്ട് കാണരുത്. എന്തിനാ നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിനക്കൊന്നും പറയാല്ലേ? പറ. കൊല്ലതും ബോധം പറ. ഒന്നും പറയാല്ലേ? കാണത്തില്ല. അതെനിക്കറിയാം. ഞാൻ ചെയ്യുന്ന തെറ്റും പൊക്കി പിടിച്ചോണ്ടല്ലേ നടക്കുന്നത് എന്നെ കുറ്റപ്പെടുത്താനായിട്ട്. നീ ചെയ്ത തെറ്റായിട്ടാ, അല്ലാതെ വെറുതെ അല്ലടാ. അതെന്റെ തെറ്റ് തന്നെയാ. അല്ലാന്ന് ഞാൻ പറയുന്നില്ല അബി. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ബട്ട് നൗ ഇപ്പൊ എന്താണ് കൂടെ കിടക്കണോ? അബി വേണ്ട, നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. നീ ഒന്ന് ചെമ്മോറ്. നീ പൊക്കോ. നീ എത്ര ദൂരം പോകണമെന്ന് എനിക്ക് കാണണം. നീ എവിടെ പോയാലും നിന്റെ ലൈഫിൽ ഞാൻ എന്നും വരും ശല്യമായിട്ട്. അങ്ങനെ ഞാൻ വരണ്ടെന്നുണ്ടെങ്കിൽ നീ ലൈഫ് ലോങ് എൻ്റെത് മാത്രമായിരിക്കാം. പറ്റുമോ? ഓക്കെ ഫൈൻ, ഐ വിൽ കം വിത്ത് യു. ബിക്കോസ് അത് നിൻ്റെ ഈ വാക്കിലൊന്നും വീണിട്ടില്ലല്ലോ. ഐ ലവ് യു. അതുകൊണ്ട് Abhi, you want me, right? Yeah, I want you. Then, Abhi, I also want you more badly. Please, Abhi, you're driving me crazy, man. I know, Abhi. No, Luisa. അമ്മ, എന്താടാ രാവിലെ തന്നെ നിന്റെ മൂട്ടിന് തീ പിടിച്ചോ? എന്താ കാര്യം പറ. കാര്യോ? അമ്മയും ഈ ഇരിക്കുന്ന ലെവന്മാരുണ്ടല്ലോ, എൻ്റെ ചേട്ടന്മാർ, യവന്മാരുമല്ലേ പറഞ്ഞു എന്നെ കൊണ്ടൊരു ഉപയോഗമില്ല ഉപകാരമില്ല എന്നൊക്കെ. കൊണ്ട ലൂയിസ് ചാൻ്റെ മെസ്സേജ് ഉണ്ടാ. അവർ സെറ്റായി. അവർ രാവിലെ തന്നെ വാരിക്കെട്ടി പാക്ക് ചെയ്ത് ട്രിപ്പും പോയി. എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞു കൊടുത്ത ബുദ്ധിയിലല്ലേ ഇപ്പൊ എല്ലാം സെറ്റായത്. നീയൊക്കെ വല്ലോ പറഞ്ഞു കൊടുത്തിട്ട് വല്ലോ നടന്നായിരുന്നോ? ഇതാണ് പറയണ, ആവശ്യത്തിന് ഉപകരിക്കുന്ന ബുദ്ധിയിലെടുത്ത് മാത്രം ഡൗട്ട് വയ്ക്കാം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കണ്ടോ മണമാഞ്ചന്മാരെ, ഇനി എനിക്ക് ചത്താനും കണ്ടില്ല. എന്റെ മാത്യോടെ ഞാൻ ഒരു ഫ്രഞ്ച് അടിച്ചിട്ടുണ്ട്. ആരത്? മൂട്ടിന് തീ പിടിച്ച ഹനുമാനോ?
മിക്കവാറും പോയ ഹനുമാനിലെത്തി അണയുന്നത് വരെ ഞങ്ങൾ നാറിക്കൊണ്ടിരിക്കും. അവന്റെ ഐഡിയയിൽ സെറ്റ് ആയതുകൊണ്ട്. ഇപ്പോഴെങ്കിലും അവനെല്ലാം ക്ഷമിക്കാൻ തോന്നിയല്ലോ. എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും അവർ ഒന്നിക്കാതെ ഈ കഥ എവിടെയും അവസാനിക്കില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്താ ലൂക്കാകാശി, നമുക്ക് ഈ കഥയങ്ങ് വെച്ച് നിർത്തല്ലേ? പിന്നെ ഷട്ടർഡ് എനിക്ക് അടുത്ത തട്ടിക്കയറാനുള്ളതാ അഗസ്ത്യയായിട്ട്. അപ്പം അവിടെ കാണാം കേട്ടാ. എടാ നീ എന്തായാലും പോവല്ലേ? ആ തട്ടില് അമ്മയെ കൂടെ കൊണ്ടുപോടാ. ഐ ആം റിയലി സോറി അമ്മ, ആ തട്ടിൽ അമ്മയ്ക്ക് റോളില്ല. ഈ പറയുന്ന എൻ്റെ റോള് തന്നെ ഈ കണ്ട ലൂക്കയല്ല. അതുകൊണ്ട് അവിടെ വേറെ കഥ, വേറെ കഥാപാത്രം, വേറെ റോളും അവിടെ വെച്ച് കാണാം. അപ്പോൾ ശരി, ലവ് യു ആർമി, ബൈ. അപ്പം എന്താ നീ വരുന്നില്ലേ? നിനക്കവിടെ വേറെ റോളുണ്ട്, എണിച്ച് വാടാ. ശരിയല്ലേ, ഞാനതങ്ങ് മറന്നുപോയി. അപ്പം അർജുനെ ബൈഡാ, അടുത്ത ജന്മത്തിൽ കാണാം. എടാ എന്നാലും ഇതങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നേ. ആണോ? എന്നാ പൊന്നുമോ ഇവിടെ നിന്നോ, എനിക്ക് യാതൊരു നിർബന്ധമില്ല. ഞാൻ അവിടെ പോയി വേറെ ആരെങ്കിലും സെറ്റ് ആക്കിക്കോളാം. അവിടെ എന്നെ കത്ത് ഒരുപാട് പേരുണ്ട്. ആ കഥ എൻ്റെ പേരില്ല, അതായത് ഞാനാ എൻ്റെ മെയിൻ റോള്. ഞാൻ ചെല്ലാതെ കഥ മുമ്പോട്ട് പോകില്ല. നീ വേറെ ഇല്ലേ ഇപ്പം? അല്ലേ ഞാൻ വേറെ എവിടെയെങ്കിലും കേട്ടോ അവിടെ പോയി തന്നല്ലേ? അത് വേണ്ട, ഞാൻ വരാം, ഞാൻ തന്നെ വരാം. അപ്പോൾ ശരി ആർമി, ബൈ, കാണാം.